ഹായ് ഗൈസ്, collegeminchi.com പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MBA ബാംഗ്ലൂരിൽ തന്നെ എഫോർഡബിൾ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന, അതും 5 ലക്ഷത്തിന് താഴെ പഠിക്കാൻ പറ്റുന്ന കോളേജസിനെ പറ്റിയാണ്. ഞാൻ ഇവിടെ നോക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ 8 കോളേജസ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ്, എഫോർഡബിൾ ഫീസ്, റേറ്റിംഗ്സ്, ഫാക്കൽറ്റീസ്, മാനേജ്മെന്റ്, MOU, ഇതൊക്കെയാണ് ഞാൻ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ. സോ അതുകൊണ്ടാണ് ഈ 8 കോളേജും ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളിപ്പോ ബാംഗ്ലൂരിൽ MBA പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ collegeminchi.com നിങ്ങൾക്ക് മുന്നിൽ ഒരു വലിയൊരു ഓഫർ വെച്ചിട്ടുണ്ട്. അപ് ടു 50% സ്കോളർഷിപ്പ് നിങ്ങൾക്ക് മുന്നിൽ നൽകുന്നുണ്ട്. സോ MBA ബാംഗ്ലൂരിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്, അതും 50% സ്കോളർഷിപ്പോടുകൂടി. നാഗാർജുന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നാഗാർജുന. നാഗാർജുനയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഹാർവേർഡ് ബിസിനസ് സ്കൂൾ. വേൾഡിൽ തന്നെ ടോപ്പ് ആയിട്ടുള്ള ബിസിനസ് സ്കൂളിലെ ഒന്നാണ്. സോ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ MBA പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്തിട്ടുള്ള ഹാർവേർഡ് യൂണിവേഴ്സിറ്റി ആയിട്ടാണ്. വേൾഡിൽ തന്നെ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഹാർവേർഡ്. എല്ലാവർക്കും അറിയാലേ. അതുപോലെ തന്നെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും അവിടെ പോയി പഠിക്കണം എന്നൊക്കെ. സോ നിങ്ങൾക്ക് നാഗാർജുന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത് ഹാർവേർഡ് ആയിട്ട് MOU ചെയ്തിട്ടുണ്ട് നാഗാർജുന. സോ നിങ്ങൾ MBA പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഡ്യുവൽ സർട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുക. ഹാർവേർഡിന്റെയും MBAയുടെയും ഡ്യുവൽ സർട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് 4 കമ്പനീസിൽ ഒന്നാണ് KPMG. KPMGയുടെ 200 അവേഴ്സിൽ ഒരു ട്രെയിനിങ് സെഷൻസ് നടത്തുന്നുണ്ട്. അവരുടെ എംപ്ലോയീസ് ആണ് ഡയറക്റ്റ് വന്നിട്ടാണ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് തന്നെയാണ് അത് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ നാഗാർജുനയുടെ ബാക്ക് ബോൺ ആയി വരുന്നത് NCC ആണ്. അവർ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവർ NCC ആണ് അവരുടെ ബാക്ക് ബോൺ ആയിട്ട് വരുന്നത്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് കൺസ്ട്രക്ഷൻ കമ്പനീസിൽ ഒന്നാണ്. അതേപോലെ തന്നെ അവർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഉണ്ട്. ലാസ്റ്റ് 2 സെമിസ്റ്ററിൽ KPMGയുടെ പെയ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് വരെ നാഗാർജുനയുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അപ് ടു 35,000 ആയിരിക്കും നിങ്ങൾക്ക് പെയ്ഡ് ഇന്റേൺഷിപ്പിൽ കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ MBA പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ KPMGയുടെ ഡയറക്റ്റ് പ്ലേസ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ് ടു 50 lakhs ആയിരിക്കും നിങ്ങളുടെ പ്ലേസ്മെന്റിന്റെ പാക്കേജ് വരിക. 1000 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നാഗാർജുന നമുക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, കുട്ടികളുടെയും ഫാക്കൽറ്റീസിന്റെ ഒക്കെ റിവ്യൂസ് വളരെ നല്ല റിവ്യൂസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2 വർഷത്തേക്ക് 4.5 ആണ് ഫീസ് വരുന്നത്. പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ നാഗാർജുന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ 100% പ്ലേസ്മെന്റ് അഷുറൻസ് ആണ് നമുക്ക് നൽകുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഹയസ്റ്റ് പാക്കേജ് ആയിട്ട് വരുന്നത് 7.5 lakh to 17 lakh ആണ് ഇവരുടെ ഹയസ്റ്റ് പാക്കേജ്. ആവറേജ് പാക്കേജ് എന്ന് പറഞ്ഞാൽ 7.5 ആണ്. 100% പാസ് പെർസെന്റേജ് ആണ്. 100% കുട്ടികളാണ് MBAക്ക് പാസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവരുടെ പ്ലേസ്മെന്റ് ആയിക്കോട്ടെ 100% അഷുറൻസും 100% പ്ലേസ്മെന്റും ആണ് ഓരോ കുട്ടിക്കും MBA കഴിഞ്ഞു പോകുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുറച്ച് ഫീസ് കൂടുതലല്ലേ. ബാംഗ്ലൂരിൽ റിസർവബിൾ ആയിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനാണെങ്കിൽ നാഗാർജുന ഇസ് ദ ബെസ്റ്റ്. So don't miss this opportunity. SB ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂർ ജലഹങ്ക എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. MBAയുടെ നല്ല പ്രോഗ്രാംസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. MBAക്ക് 2 പ്രോഗ്രാംസ് ആണ് ഇവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഒന്ന് അഡ്വാൻസും ഒന്ന് ഇന്റർനാഷണലും. പ്ലേസ്മെന്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് പ്ലേസ്മെന്റ് ആണ്. പ്ലേസ്മെന്റോട് കൂടെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 85% പ്ലേസ്മെന്റ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അണ്ടർ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ആണ് വരുന്നത്. പാസ് പെർസെന്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90% ആണ് പാസ് പെർസെന്റേജ് വരുന്നത്. ആവറേജ് പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ 4.5 to 5.5 ആണ് ആവറേജ് പാക്കേജ്. 2 വർഷത്തേക്ക് ഇവരുടെ ഫീ വരുന്നത് 4.45 ആണ്. മലയാളികൾ ഒക്കെ തന്നെ പ്രിഫർ ചെയ്യുന്ന ഒരു കോളേജ് കൂടിയാണ് SB ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കോഷിഷ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ 2003 എസ്റ്റാബ്ലിഷ് ചെയ്ത കോഷിഷിനെ പറ്റി പറയാനാണെങ്കിൽ MBAക്ക് കൂടാതെ
മറ്റു പല കോഴ്സുകൾക്കും നല്ല പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോളേജാണ് കോശിഷ്. ഹെനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. MBAക്ക് 3 തരം പ്രോഗ്രാംസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലേസ്മെന്റിന്റെ കാര്യത്തിലായിക്കോട്ടെ 80% പ്ലേസ്മെന്റ് ആണ് MBA പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ പാസ് പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ 85% പാസ് പെർസെന്റേജ് ഉണ്ട്. ആവറേജ് പാക്കേജ് വരുന്നത് 3.5 to 4.5 ആണ്. 2 വർഷത്തേക്ക് 3.55 ആണ് ഇവർക്ക് 2 വർഷത്തേക്ക് ഫീ വരുന്നത്. നല്ല പ്ലേസ്മെന്റോടുള്ള കോളേജ് ആണ് കോശിഷ്. താങ്ക് യു. ബൃന്ദാവൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ 1993 ബൃന്ദാവൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. യലഹങ്ക എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ അത്യാവശ്യം നല്ല പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ള കോളേജാണ് ബൃന്ദാവൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 75% ഓഫ് കുട്ടികൾക്കാണ് MBAക്ക് ഓരോ ഇയറും പ്ലേസ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവരുടെ പാക്കേജ് വരുന്നത് ആവറേജ് പാക്കേജ് വരുന്നത് 5.5 to 6 ആണ്. പിന്നെ 2 വർഷത്തേക്ക് ഇവരുടെ ഫീ വരുന്നത് 3.5 ആണ്. പിന്നെ 80% ആണ് പാസ് പെർസെന്റേജ് ആയി വരുന്നത്. അടുത്തത് സാന്തം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. 1991 സ്റ്റാർട്ട് ചെയ്യുന്നത്. ജാലഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 80% ഓഫ് കുട്ടികളാണ് MBAക്ക് ഓരോ ഇയറും പ്ലേസ്ഡ് ആവുന്നത്. ഈ ഒരു ആവറേജ് പാക്കേജ് ആയിട്ടുള്ളത് 2 to 4 വരെയാണ്. പിന്നെ ഇവർക്ക് പാസ് പെർസെന്റേജ് വരുന്നത് 75% ആണ് പാസ് പെർസെന്റേജ് വരുന്നത്. 2 വർഷത്തേക്ക് വരുന്നത് 4.24 ആണ് ഫീസ് ആയിട്ട് വരുന്നത്. പീജിയൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ 1993 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഗുട്ടികരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. MBA 2 തരത്തിലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ആവറേജ് പാക്കേജ് വരുന്നത് 4.5 ആണ്. പിന്നെ പാസ് പെർസെന്റേജ് ആയിട്ട് വരുന്നത് 75% ആണ്. ഈ കോളേജിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ MBA കൂടാതെ മറ്റു പല ഡിഗ്രി കോഴ്സസും ഇവിടെ അവൈലബിൾ ആണ്. ഈ 2 വർഷത്തേക്ക് വരുന്നത് 4.92 ആണ് വരുന്നത്. കർണാടക കോളേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ 2003 കർണാടക ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. യലഹങ്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. MBA 2 തരത്തിലാണ് അവർ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഇന്റർനാഷണലും ഒന്നും കോറും ആണ്. പ്ലേസ്മെന്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 80% ഓഫ് പ്ലേസ്മെന്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 85% ആണ് പാസ് പെർസെന്റേജ് ആയി വരുന്നത്. അവരുടെ ആവറേജ് പാക്കേജ് വരുന്നത് 5 ആണ്. അതുപോലെ തന്നെ 2 വർഷത്തേക്ക് ഈ ഒരു കോഴ്സ് ഡ്യൂറേഷൻ 2 വർഷത്തേക്ക് വരുന്നത് 4.4 ആണ്. ആകാശ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. MBAക്ക് 3 പ്രോഗ്രാംസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 87% കുട്ടികൾക്കാണ് ഓരോ ഇയറും MBAക്ക് പ്ലേസ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പാസ് പെർസെന്റേജ് വരുന്നത് 80% ആണ് പാസ് പെർസെന്റേജ് വരുന്നത്. ഇനി 2 വർഷത്തേക്ക് അവർക്ക് ട്യൂഷൻ ഫീ വരുന്നത് 4.8 ആണ്. ഈ പറഞ്ഞ 8 കോളേജസും ഒന്നിനൊന്നും മെച്ചാണ്. പക്ഷെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് നാഗാർജുന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവർ തരുന്ന പ്രോഗ്രാംസ് ആയിക്കോട്ടെ പ്ലേസ്മെന്റ് ആയിക്കോട്ടെ എല്ലാം ഇതിനൊക്കെ ഒരുപടി മുകളിലായിട്ടാണ് നിൽക്കുന്നത്. നാഗാർജുന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ ഫാക്കൽറ്റീസ് അവരുടെ റിവ്യൂസ് ഒക്കെ നല്ലതാണ്. ബാക്കി കോളേജസും നല്ല കോളേജസ് തന്നെയാണ്. അത്യാവശ്യം പ്ലേസ്മെന്റും കാര്യങ്ങളാണ്. പക്ഷെ ഒരുപടി മുകളിലാണ് നാഗാർജുന നിൽക്കുന്നത്. സോ MBA അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക. സോ ഞങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. So thank you.